വാർത്തകൾ വിശദമായി. ലെബനനിലെ പേജർ സ്ഫോടനത്തിൽ അന്വേഷണം ബൾഗേറിയയിലെ മലയാളിയുടെ കമ്പനിയിലേക്കും. നോർവേ പൗരത്വമുള്ള മലയാളി റിൻസൺ ജോസിന്റെ ബൾഗേറിയയിലെ കമ്പനിയെക്കുറിച്ച് അധികൃതർ അന്വേഷണം ആരംഭിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പേജറുകൾ വാങ്ങുവാനുള്ള സാമ്പത്തിക ഇടപാടിൽ ഇയാളുടെ കമ്പനി ഉൾപ്പെട്ടെന്ന സംശയത്തെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത്. റിൻസൺ ജോസിന്റെ നോർട്ട ഗ്ലോബൽ, നോർട്ട ലിങ്ക് എന്നീ കമ്പനികൾ വഴി പേജറുകൾക്ക് പണം കൈമാറിയെന്നാണ് അന്വേഷണ ഏജൻസികൾക്ക് വിവരം കിട്ടിയത്. നിലവിൽ നോർവീജിയൻ പൗരത്വമുള്ള റിൻസൺ ജോസിനെ കുറിച്ചുള്ള വിവരങ്ങൾ യൂറോപ്യൻ അന്വേഷണ ഏജൻസികൾ ഇന്ത്യക്കും കൈമാറി. സ്ഫോടക വസ്തുക്കൾ പേജറിലേക്ക് എവിടെ നിന്നാണ് നിറച്ചതെന്നടക്കം ഇപ്പോഴും അജ്ഞാതമാണ്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഹിസ്ബുള്ള പേജറുകൾ വാങ്ങിയതിലെ സാമ്പത്തിക ഇടപാട് വിവരങ്ങൾ പുറത്തുവരുന്നത്. സാമ്പത്തിക ഇടപാടുകളാണെന്നും സ്ഫോടനവുമായി റിൻസൺ ജോസിന് നേരിട്ട് ബന്ധമുള്ളതായി തെളിവില്ലെന്നും അന്വേഷണ ഏജൻസികളും വ്യക്തമാക്കുന്നു. ഗോൾഡ് അപ്പോളോ എന്ന കമ്പനിയുടെ പേരിലുള്ള പേജറുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലെബനനിൽ പൊട്ടിത്തെറിച്ചത്. എന്നാൽ തങ്ങൾ പേജറുകൾ നിർമ്മിച്ചിട്ടില്ലെന്നും കമ്പനി ലോഗോ ഉപയോഗിക്കുവാനുള്ള അവകാശം ഒരു ഹംഗേറിയൻ കമ്പനിയായ BSCക്ക് നൽകിയെന്നുമാണ് തായ്വാൻ കമ്പനി വിശദീകരിച്ചത്. ഇതനുസരിച്ച് ഹംഗേറിയൻ കമ്പനിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നുവരികയാണ്. തങ്ങൾ പേജറുകൾ നിർമ്മിച്ചിട്ടില്ലെന്നും നോർവീജിയൻ കമ്പനിക്ക് ഉപകരാർ നൽകിയെന്നുമാണ് ഹംഗേറിയൻ കമ്പനി മറുപടി നൽകിയത്. അങ്ങനെയാണ് അന്വേഷണം നോർവേയിലേക്കും അവിടെ നിന്ന് ബൾഗേറിയൻ കമ്പനിയിലേക്കും മലയാളിയിലേക്കും എത്തിയത്. BSCക്ക് ഇടപാടിനുള്ള പണം എത്തിയത് റിൻസൺ ജോസിന്റെ സ്ഥാപനങ്ങൾ വഴിയാണ്. നോർവേയിലെ ഓസ്ലോയിൽ താമസിക്കുന്ന റിൻസൺ ജോസ് തന്റെ കമ്പനികൾ ബൾഗേറിയയിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നോർവേയിലെ DN മീഡിയ എന്ന മറ്റൊരു കമ്പനിയിൽ റിൻസൺ ജോലി ചെയ്യുന്നുമുണ്ട്. പണം കൈമാറ്റത്തിനുള്ള നിഴൽ കമ്പനിയായി റിൻസന്റെ കമ്പനി പ്രവർത്തിച്ചുവെന്നാണ് ഇപ്പോഴത്തെ അനുമാനം. ഏതാണ്ട് 15 കോടി രൂപയാണ് റിൻസൺ വഴി ഹംഗേറിയൻ കമ്പനിക്ക് കൈമാറിയത്. പേജറുകൾ നിർമ്മിച്ചതിലോ സ്ഫോടക വസ്തുക്കൾ ഇതിൽ നിറച്ച ഇസ്രായേൽ നീക്കത്തിലോ റിൻസന് പങ്കുള്ളതായി നിലവിൽ തെളിവില്ല. 2ലധികം കമ്പനികൾ വഴി പണം കൈമാറിയിട്ടുണ്ടെങ്കിലും പേജറുകൾ ആര് നിർമ്മിച്ചു എന്നത് ഇപ്പോഴും ദുരൂഹമാണ്. UK-യിൽ കുറച്ചുകാലം ജോലി ചെയ്ത ശേഷമാണ് റിൻസൺ നോർവേയിലേക്ക് കുടിയേറിയത്. നോർവേയും ബൾഗേറിയയും റിൻസന്റെ കമ്പനിക്കെതിരെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ പേര് തങ്കച്ചൻ എന്നാണ്. ഞാൻ കല്ലോടിയാണ് താമസിക്കുന്നത്. എൻ്റെ പെങ്ങളെ മകനാണ് റിൻസൺ. അവൻ പഠിച്ചതും പഠനമൊക്കെ ഇവിടെ തന്നെയാണ്. ജോലി ആവശ്യത്തിനായിട്ട് അവൻ നോർവേയിലേക്ക് പോയി. അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് നമ്മുടെ അറിവ്. അതിനെപ്പറ്റി നമുക്ക് മോശമൊന്നും പറയാനില്ല, നല്ലത് മാത്രമേ പറയാനുള്ളൂ. ഇനിയിപ്പോൾ എന്താ സംഭവിച്ചേക്കുന്നതും എനിക്ക് അതേക്കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല. ചാനലുകാരും പത്രക്കാരും എല്ലാം ഇങ്ങനെ വന്ന് കൂടിയിട്ടുണ്ട്. ദയവ് ചെയ്ത് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് താഴ്മയായി. 10 വർഷമായി പോയിട്ട് 10 വർഷമായി പോയിട്ട് ഇപ്പോൾ നവംബറിൽ വന്നിട്ട് ജനുവരിയിലാണ് തിരിച്ചു പോയത്. അവന് MBA കഴിഞ്ഞിട്ടാണ് പോയത്. അവിടെ പോയിട്ട് ആദ്യം പഠിക്കുമായിരുന്നു. പിന്നെ പല പല ജോലികളും ചെയ്തു. അങ്ങനെയാണ് കമ്പനി കയറിയത്. സ്വന്തമായിട്ട് ബിസിനസ് ഉള്ളതായിട്ട് അറിയില്ല, ഒന്നും അറിയില്ല. ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന പറഞ്ഞാൽ നമുക്കറിയൂ. ഒരു 2-3 ദിവസം മുമ്പ് വിളിച്ചായിരുന്നു. അന്നേരം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. സാധാരണ പോലെ സംസാരിച്ചു വെച്ചു, അത്രേ ഉള്ളൂ. കുടുംബം അവിടെയാണോ? അവന്റെ ഭാര്യ അവിടെയുള്ളത്. ഒരു പ്രശ്നമുള്ളതായിട്ട് പറഞ്ഞിട്ടില്ല. ഇന്നിപ്പോ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. 3 ദിവസം മുമ്പ് വിളിച്ചായിരുന്നു. പഠിച്ചത് ഇവിടെ തന്നെ, ഇവിടെ മേരിമാത കോളേജിൽ പഠിച്ചായിരുന്നു. പിന്നെ ബാംഗ്ലൂർ പഠിച്ചു. അങ്ങനെയൊക്കെ പഠിച്ചോണ്ടിരുന്നത്. ഒന്നും പറഞ്ഞിട്ടില്ല, അങ്ങനത്തെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മളെ വിശ്വാസം അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്ന ആളല്ല. 100% ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അങ്ങനെ ഒരു തെറ്റ് ചെയ്യൂലെന്ന്. വീട്ടിൽ അമ്മയുണ്ട്, അപ്പനുണ്ട്, വേറെ ആരും ഇപ്പം ഇവിടെയില്ല. അവരാകെ 3 ആളാണുള്ളത്. ഇരട്ടകളാണ്. ഒരാളാണ് ഇപ്പോൾ നോർവേയിലുള്ളത്, ഒരാൾ UK-ലാണ് ജോലി ചെയ്യുന്നത്. നവംബറിൽ വന്നിട്ട് ജനുവരിയിലാണ് തിരിച്ചു പോയത്. ഈ കഴിഞ്ഞ അതെ. എന്നിട്ട് അന്വേഷണം കോൺടാക്റ്റുകൾ നിരന്തരമുണ്ടല്ലേ? എന്നും തന്നെ വിളിക്കും. ഒരു ഷെൽ കമ്പനിയാണെന്ന് പറയുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും? അതേക്കുറിച്ച് ക്ഷമിക്കണം, എനിക്ക് അതേക്കുറിച്ച് ഒന്നും അറിയില്ല. ഇപ്പൊ എന്തോ അതെ ജോലി കിട്ടി മാറിയതാ. എല്ലാവർക്കും നല്ല അഭിപ്രായം. അത് അയൽവാസികളൊക്കെ ഇവിടെ നിങ്ങളെ ബാക്കിൽ ചുറ്റുമൊക്കെ നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ല അഭിപ്രായം. അതായത് എങ്ങനെ? അതെ ഭാര്യയായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയിട്ടില്ല.
സ്വിച്ച് ഓഫ് അല്ല, അടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. രണ്ടുപേരും ഇപ്പൊ പിന്നെ ഈ അടുത്ത ടൈം വിളിച്ചായിരുന്നു, കിട്ടിയിട്ടില്ല. എന്തോ ഒരു ചതിപ്രയോഗം നടന്നിട്ടുണ്ടെന്നാണ് നമ്മളെ കണക്കൂട്ടൽ. എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, നമ്മളിവിടെയല്ലേ.